മൂവാറ്റുപുഴയിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ നേരിടുന്നതിന് മുന്നോടിയായി എം.എൽ.എ. മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. ആർ.ഡി.ഒ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. എന്ത് അടിയന്തര സാഹചര്യമുണ്ടായാലും നേരിടുന്നതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം സജ്ജമെന്ന് എം.എൽ.എ. അറിയിച്ചു. വെള്ളപ്പൊക്കമുണ്ടായാൽ നേരിടുന്നതിനായി മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ എം.എൽ.എയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അടിയന്തര യോഗം ചേർന്നു. മൂവാറ്റുപുഴ എം.എൽ.എ. ഓഫീസിലാണ് യോഗം നടന്നത്. ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ, ആരോഗ്യ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആർ.ടി.ഒ ഓഫീസിലും വില്ലേജ് ഓഫീസുകളിലും എം.എൽ.എ. ഓഫീസിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എന്ത് അടിയന്തര സാഹചര്യമുണ്ടായാലും നേരിടുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് അടിയന്തര സാഹചര്യത്തിലും ബന്ധപ്പെടാമെന്നും എം.എൽ.എ. അറിയിച്ചു. എല്ലാവരും ഒരേപോലെ ഒന്നുപോലെ കാര്യങ്ങൾ നിരീക്ഷിച്ചും എല്ലാവരും കഴിയുന്ന പോലുള്ള കാര്യങ്ങൾ ഇടപെട്ട് നിൽക്കുകയാണ്. കാര്യങ്ങളെല്ലാം നിലവിൽ നിയന്ത്രണ വിധേയമാണ്. ഞങ്ങൾ തികഞ്ഞ സജ്ജരായി സജ്ജീകരണത്തോടു കൂടിയാണ് നോക്കിയിരിക്കുന്നത്. ബാക്കി പിന്നെ എങ്ങനെയാണ് പ്രകൃതി പ്രതികരിക്കാന്നറിയില്ല. ഏത് സാഹചര്യത്തെ നേരിടാൻ നമ്മളാൽ കഴിയുന്ന തയ്യാറെടുപ്പുകൾ നിലവിൽ കോൺഫിഡന്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ്മാരെല്ലാവരും, അതുപോലെ ആദ്യം വെള്ളം കയറുന്ന പ്രദേശങ്ങളിലെ പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളെല്ലാവരെയും ഞങ്ങൾ അലർട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഫീൽഡിലുണ്ട്. ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് സജ്ജരായി ഇരിക്കുന്ന സ്ഥിതിയാണ്. ഇന്നത്തെ മീറ്റിംഗിൽ പൊതുവെ ഉണ്ടായ തീരുമാനങ്ങളിൽ പൂർണ്ണ തൃപ്തിയാണ് തയ്യാറെടുപ്പുകളെ സംബന്ധിച്ചുള്ളത്. നിലവില് ഞങ്ങള് 3 ക്യാമ്പുകളുണ്ട്. 4ാമതൊരു ക്യാമ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. 4 ക്യാമ്പിലുള്ളവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണം ക്രമീകരണം, അതുപോലെ ഇന്നിപ്പോ മെഡിക്കൽ ടീം അവരെ വിസിറ്റ് ചെയ്യും. അങ്ങനെ ഇപ്പൊ ക്യാമ്പിലും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്നത്ര എല്ലാ നിലയ്ക്കും ഇവിടുത്തെ ഈ വെള്ളപ്പൊക്കത്തെ നേരിടാനുള്ള ഒരു സജ്ജീകരണം ഇപ്പോ അവിടെ നിന്ന് ആളുകൾ മാറാൻ പറഞ്ഞു. ചില ആളുകൾ ഇപ്പോഴും മാറാൻ മടി പറയുന്നുണ്ട്. എന്നാലും ആളുകൾ സഹകരിക്കുന്നുണ്ട്. ഇപ്പോ കൊച്ചങ്ങാടിയിൽ നിന്നും ഇലാഹിയ കോളനിയിൽ നിന്നും ഇലാഹിയ നഗറിൽ നിന്നും അതുപോലെ കവളങ്ങാട് അവിടെ നിന്നും ഉള്ള ആളുകൾ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ 1-2 മേഖലയിൽ നിന്നുള്ള ആളുകൾ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു 70-100 പേരെ നമ്മൾ ക്യാമ്പിലാക്കും ഇന്ന് ഉച്ചയോടുകൂടി. അതിനകത്ത് മഴ കുറയുകയാണെങ്കിൽ ഇന്നത്തെ വൈകുന്നേരം വരെ തിരിച്ച് കുറെ പേരെ അയക്കാൻ കഴിയും. പക്ഷെ പ്രകൃതി എങ്ങനെ പ്രതികരിക്കുന്നു നോക്കി വേണം പറയാൻ. നിലവിൽ 4 ക്യാമ്പുകളാണ് മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്നത്. കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ട ആവശ്യം വന്നാൽ ഉടൻ തന്നെ തുറക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പുകളിലേക്ക് ആവശ്യമായ മരുന്നുകളും ഭക്ഷണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ആർ.ഡി.ഒ. വി.ഇ. അബ്ബാസ്, നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി എന്നിവരാണ് നേതൃത്വം നൽകിയത്.